ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോണത് കമ്പയറിങ്ങിനെ പറ്റിയാണ്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവരെല്ലാവർക്കും എല്ലാവർക്കും മീൻസ് കുറച്ച് പേർക്കൊക്കെ ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും കമ്പയറിങ്ങിനെ പറ്റിയിട്ട്. ഇപ്പോൾ നമ്മുടെ പാരൻസ് ആയാലും ആരായാലും നമ്മൾ കമ്പയർ ചെയ്യും ബാക്കിയുള്ള കുട്ടികളെ വെച്ചിട്ട്. അവനെ കണ്ടുപിടി, ഇവളെ കണ്ടുപിടി, മറ്റവളെ കണ്ടുപിടി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് അവർ പറയണത് നമ്മൾ നന്നാവാൻ വേണ്ടിയിട്ടായിരിക്കും. ചിലവരത് എന്താ പറയുക, ആ അവളെക്കാൾ മാർക്ക് വാങ്ങിക്കും, ഇവനേക്കാൾ മാർക്ക് വാങ്ങിക്കും എന്ന് പറഞ്ഞ് പഠിക്കും. അതൊരു ഓവറായിട്ടായിരിക്കും പഠിക്കാം. ചിലവരെന്ന് പറഞ്ഞാൽ അത് നല്ല സീരിയസ് ആയിട്ട് എടുക്കും. എന്നെക്കാൾ ഇഷ്ടം അവനുള്ളതുകൊണ്ടല്ല അവനെ പറ്റി പറയണേ, ഇവളെ പറ്റി പറയണമെന്നൊക്കെ. അപ്പോൾ ചിലവരൊക്കെ ഇറങ്ങിപ്പോവും, ചിലവരൊക്കെ സൂയിസൈഡ് ചെയ്യാൻ തന്നെ ശ്രമിക്കും. അപ്പോൾ അവർ സൂയിസൈഡ് ചെയ്തതിന് ശേഷം പറഞ്ഞിട്ട് കാര്യമില്ല, അയ്യോ ഞാൻ ഇവള് നന്നാവാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്, അത് ഇത് മറ്റേ മറിച്ചതെന്ന്. പകരം അവർ ജീവിച്ചിരിക്കുമ്പോൾ പറയണമായിരുന്നു, നീ മോള് നന്നാവാൻ വേണ്ടി ഞാൻ ഇങ്ങനെയൊക്കെ പറയണത്, ഇങ്ങനൊന്നും ശ്രമിക്കല്ലേ എന്നൊക്കെ. കാരണം അത് അവർ നല്ല സീരിയസ് ആയിട്ട് എടുക്കും. ചിലപ്പോൾ നിങ്ങളൊക്കെ അവർ നന്നാവാൻ വേണ്ടി അച്ഛനോ ബാക്കിയുള്ളത് നല്ല സീരിയസ് ആയിട്ട് എടുക്കും. അതുകൊണ്ടാണ് ഞാൻ പറയണത് കമ്പയറിങ് ഇസ് നോട്ട് ഗുഡ്. ശരിക്കും കമ്പയറിങ് പാടില്ല എന്ന് തന്നെ പറയാം. പകരം നിങ്ങൾക്ക് പറയാം, മോളെ ഒന്ന് പഠിക്കും, മോനെ ഒന്ന് പഠിക്കും. പഞ്ചപാവത്തി പറയരുത്, അന്ന് നല്ല സ്ട്രിക്റ്റ് ആയിട്ടും പറയരുത്. കുറച്ച് മീഡിയം ലെവലിൽ എടാ ഒന്ന് വന്ന് സഹായിച്ചേ, എടി ഒന്ന് പഠിച്ചേന്നൊക്കെ പറയാം. അങ്ങനെ പറയുമ്പോൾ അവർക്ക് പഠിക്കുക, കളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ആ രീതിയിൽ എടുക്കും. അങ്ങനെ ചെയ്യുക, അല്ലാണ്ട് അവളെ കണ്ടുപിടി, ഇവനെ കണ്ടുപിടി എന്നൊന്നും പറയരുത്. ഓക്കെ, അപ്പോൾ കമ്പയറിങ് വെച്ചിട്ടാണ് ഞാൻ ഇട്ടത്. ചെറിയൊരു ഇതാണ്. എനിവേ, എത്ര പേർക്ക് മോട്ടിവേറ്റ് ആയി, എത്ര പേർക്ക് മനസ്സിലായെന്നൊന്നും അറിയില്ല. ഇവിടെ വെച്ച് ഞാൻ നിർത്തണം. സോ ബി എ ഗുഡ് ഹ്യൂമൺ, അതിൻ്റെ മേലെ വേറെ ഒന്നുമില്ലല്ലോ. ദെൻ ബിലീവ് ഇൻ യുവർ സെൽഫ്. ഇത് രണ്ടുമാണ് മെയിനായിട്ട് വേണ്ടത്, സെൽഫ് റെസ്പെക്റ്റും. ഇതിനൊക്കെ പറ്റി ഞാൻ പതിയെ വന്ന് പറയാം. അപ്പോൾ ഇത്രയൊക്കെ വീഡിയോ. സോ ബൈ.